സുപ്രധാന വാർത്ത. എറണാകുളം പെരുമ്പാവൂരിൽ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി പോലീസ്. അസം മൊബൈൽ ഷോപ്പിന്റെ മറവിലാണ് ആധാർ നിർമ്മാണ കേന്ദ്രം. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, ഗുരുതര തട്ടിപ്പ് അല്ലെങ്കിൽ ചില്ലറ തട്ടിപ്പ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, രാജ്യദ്രോഹപരമായ തട്ടിപ്പെന്ന് തന്നെ പറയണം. എന്താണ് നിലവിലെ സാഹചര്യം? കാളിദാസ്, രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ഇത്. ഈ വ്യാജ ആധാർ കാർഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ വ്യാജരേഖ നിർമ്മാണമാണ്. ക്ലീൻ പെരുമ്പാവൂരിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ഇതുപോലെ ആസാം മൊബൈൽസ് എന്ന് പറയുന്ന പേരിലുള്ള സ്ഥാപനത്തിൽ നിന്നും വലിയ രീതിയിലുള്ള വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത്. പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിന്റെ 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിലാണ് ഇതുപോലൊക്കെ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. ഇത്തരത്തിൽ നേരത്തെ ഇങ്ങനെ ഒരു കേന്ദ്രം കണ്ടെത്തിയിരുന്നു. അത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ നിന്നും ഇതുപോലൊക്കെ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രവും അതേപോലെ തെരഞ്ഞെടുപ്പ് ഐഡന്റിറ്റി കാർഡ് നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വലിയൊരു കേന്ദ്രം കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു വലിയ കുറ്റകൃത്യമാണ് ഈ പെരുമ്പാവൂരിൽ നിന്നും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടായെന്നും നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് IB-യുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് പെരുമ്പാവൂർ മേഖലയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ആയിരക്കണക്കിന് ആൾക്കാർ തമ്പടിക്കുന്ന കേന്ദ്രം. ഈ പെരുമ്പാവൂരിൽ നിന്ന് നൂറുകണക്കിന് പശ്ചിമ ബംഗാളികളെ, അതായത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരെന്നുള്ള വ്യാജേന എത്തിയ ബംഗാൾ സ്വദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇതുപോലൊക്കെ ഒരു വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് ആധാർ ഇതിൽ നിന്ന് പിടിച്ചെടുത്തതായിട്ടുള്ള വിവരമുണ്ട്. ലാപ്ടോപ്പ്, അതുപോലെ തന്നെ 50,000 രൂപ, ഈ ആധാർ നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളടക്കം ഇവിടുന്ന് പിടികൂട്ടിയിട്ടുണ്ട്. ആസാം സ്വദേശിനിയാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. ഹാരിജുൽ ഇസ്ലാം എന്ന് പറയുന്ന 26 വയസ്സുകാരനായിട്ടുള്ള യുവാവിനെയാണ് ഇവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. നിലവിൽ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. NIA അടക്കമുള്ള ഏജൻസികൾ ഈ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തെളിയുകയാണ്. കാളിദാസ്. ശരി സാനു.